ഹലോ ഗായ്സ്, ഈദ് ഹോളിഡേയ്സ് അല്ലേ, ഒന്ന് പുറത്തിറങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഫാമിലിയുമായിട്ട് റെഡിയായി ഒന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് പണി കിട്ടിയത് മനസ്സിലായത്. നമ്മൾ 2 വർഷം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലും എൻ്റെ കാർ മെയിൻ്റനൻസും ഭയങ്കര സൂപ്പറായതുകൊണ്ട് അത് ബാറ്ററി ലൈഫ് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പാർക്ക് ചെയ്ത സാധനം നെക്സ്റ്റ് ഡേ റൺ എടുക്കാൻ നോക്കിയപ്പം സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല, ചൂടത്ത് വെയിറ്റ് ചെയ്യണം, എങ്ങനെ പുറത്ത് പോകാനാ. അപ്പം ഞാൻ പിള്ളേരെയൊക്കെ റിസപ്ഷനിൽ പറഞ്ഞയച്ചിട്ട് ഇനി എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ ചേട്ടനോട് സംസാരിച്ചപ്പം ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഡെയിൽ ബാറ്ററി എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര്. ഓക്കെ എന്ന് പറഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെ ബാറ്ററി പോയി എന്ന് പറഞ്ഞപ്പോൾ അവരൊരു വിത്തിൻ 1 hour അവർ വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് പിള്ളേരെ തിരിച്ച് റൂമിലേക്ക് പറഞ്ഞയച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അവർ 1 മണിക്കൂർ പറഞ്ഞെങ്കിലും അധികം സമയമൊന്നും എടുത്തില്ല. ഒരു 40 minutes ഒക്കെ ആയപ്പോഴത്തേക്കിനും അവരെത്തി. നേരെ ഒരു ചേട്ടൻ ബൈക്കിൽ വന്നു, നേരെ വരുന്ന്. പിന്നെ പുള്ളി കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മെസ്സേജ് അയച്ച് സംസാരിച്ചപ്പോൾ തന്നെ ബാറ്ററിയുടെ ലൈഫും ബാറ്ററിയുടെ എമൗണ്ടൊക്കെ പ്രൈസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഷടപടിയെന്ന് പറഞ്ഞ് നമ്മുടെ എക്സിസ്റ്റിംഗ് ബാറ്ററിയൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ റിമൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അവർ വെരിഫൈ ചെയ്തു കേട്ടോ, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉള്ളതെന്ന് നോക്കിയപ്പോൾ ഓൺലി 12% ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേ നെക്സ്റ്റ് പുതിയത് സോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കമ്പനിയുടെ, മുന്നേ നമ്മൾ ആമറോണിൻ്റെ ബാറ്ററി ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും 2 year ആയപ്പോഴത്തേക്ക് അത് പോയി. അപ്പോൾ അതിന് 1.5 year ഇതിന് 1 year വാറണ്ടി ഉള്ളത് പറഞ്ഞു. ഏതൊരു കൊറിയൻ കമ്പനിയാണ് അത്ര. എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല സത്യം പറഞ്ഞാൽ, ഇതെന്താ ബാറ്ററിയെന്നോ എന്താണെന്നുള്ളതിൻ്റെ ഒരു പിടിപാടും നമുക്കില്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. റേറ്റ് നോക്കുമ്പോഴും ചെറിയ ഡിഫറൻസ്, അതും ആമറോണും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വേരിയൻസ് ഉണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരുന്ന ഞാൻ ഒരുപാട് ചാർജൊന്നും അവർ പറഞ്ഞില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പം എക്സിസ്റ്റിംഗ് ബാറ്ററി റിമൂവ് ചെയ്ത ബാറ്ററി ഉണ്ടല്ലോ, നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. അപ്പോൾ അത് തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പം അത് കമ്പനിയോട് സംസാരിച്ചോളാൻ പറഞ്ഞു ചേട്ടൻ. വന്ന ചേട്ടൻ അതിലൊന്നും ഐഡിയ ഇല്ല. പുള്ളി വരും, ഫിറ്റ് ചെയ്യും, ചെക്ക് ചെയ്യും, പിന്നെ കമ്പനി പറഞ്ഞ പൈസയും വാങ്ങിക്കും. അത്രേ പുള്ളി അതിൽ ഇൻവോൾവ് ആകുന്നുള്ളൂ. അപ്പം നമ്മളത് ഹസ്ബൻഡ് പാരലലി കമ്പനിയായിട്ട് സംസാരിച്ചു. ഇങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് ബാറ്ററി ഉണ്ട്, അത് വിഡ്രോ ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പുള്ളിയും നോക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം വന്ന് അവിടെ നല്ല ചൂടാണ്, സമ്മതിക്കണം. ഈ ചൂടത്ത് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ബൈക്കിൽ വന്ന് സർവീസ് ചെയ്യുന്ന എല്ലാവരെയും, ഇവർ മാത്രമല്ല എല്ലാവരെയും നല്ല ചൂടായിരുന്നു. പുള്ളി വന്ന് കൂടുതൽ സംസാരമൊന്നുമില്ല. പുള്ളി വന്നു, ബാറ്ററി ചെക്ക് ചെയ്യുന്നു, അടുത്ത ബാറ്ററി ഫിറ്റ് ചെയ്യുന്നു. പിന്നെ അതിനെ അവിടെ ഞാൻ ഓടിക്കുന്നതല്ലേ, അപ്പോൾ ബാറ്ററി ഊരിത്തെറിച്ച് പോകാൻ പാടില്ലല്ലോ. നല്ല രീതിയിൽ പുള്ളി അതൊക്കെ ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് എല്ലാ സ്ക്രൂവും ഡബിൾ ചെക്ക് ചെയ്ത് നന്നായിട്ട് തന്നെ പുള്ളി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്ന കാര്യം പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ പുതിയ ആൾക്കാരല്ലേ, ഇതെങ്ങനെ എന്താണെന്നും അറിയില്ലല്ലോ. എന്നാലും മാക്സിമം പുള്ളിയുടെ ഫേസോ അല്ലെങ്കിൽ പുള്ളി ആരാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ മാക്സിമം ഞാൻ പുള്ളിയുടെ കൈ കാലുകളും റേസ് ഉണ്ടായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ അതിന് ഫേസ് ഒന്നും കവർ ചെയ്യാതെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്തു. പുള്ളിയുടെ കൂടുതലൊന്നും അല്ലാതെ പുള്ളി എല്ലാ സ്ക്രൂവും ഇതെല്ലാം ഊരിയ പോലെ തന്നെ ഒരു നെട്ടും ബോൾട്ടൊന്നും ബാക്കിയായില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെ പുള്ളി ഫിറ്റ് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്തിട്ട് ഒരു മാക്സിമം 10 minute തന്നെ എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ പുള്ളി എല്ലാം ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി, വണ്ടി സൂപ്പറായി സ്റ്റാർട്ടാകുന്നുണ്ട്. പുള്ളിയും ബാറ്ററിയുടെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു. വീണ്ടും ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഫൈനാണെന്നുള്ളത് കൺഫേം ചെയ്തപ്പോൾ ഫൈൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാറ്ററിയുടെ ലൈഫൊക്കെ ചെക്ക് ചെയ്ത് പുള്ളി അത് ഓക്കെ പറഞ്ഞു. ആ മെഷീനൊക്കെ വീണ്ടും കണക്ട് ചെയ്തിട്ട് പുള്ളി അതിൻ്റെ ബാറ്ററിയുടെ ലൈഫ് ഉറപ്പ് വരുത്തി. പിന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആമറോൺ ബാറ്ററി അവർ തിരിച്ച് കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു 30 dirhams നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരികയും ചെയ്തു. പിന്നെ അത് ആ പേയ്മെൻറ്റ് നമ്മുടെ കാർഡ് പേയ്മെൻറ്റും ചെയ്തു. കാർഡ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളി അപ്പോൾ തന്നെ അതിൻ്റെ പ്രിൻ്റൊക്കെ റെസിപ്റ്റൊക്കെ പ്രിൻറ്റ് ചെയ്ത് ഒരു കോപ്പി നമുക്കും പുള്ളിക്ക് ഒരു കോപ്പിയും അതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനി പറഞ്ഞ സെയിം എമൗണ്ട്, വേറെ ബാർഗെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചേട്ടൻ്റെ അടുത്ത് നടക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി തകൃതിയായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഇതെന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായത് അത് അതിൻ്റെ വാറണ്ടി കാർഡാണ്. അപ്പം നമ്മളെടുത്തത് സോളൈറ്റിൻ്റെ ബാറ്ററിയാണ്, അതിന് 1 year വാറണ്ടി ഉണ്ട്, അതിൻ്റെ വാറണ്ടി കാർഡാണ്. നമ്മുടെ ബാറ്ററി സേഫായിട്ട് ചേട്ടൻ്റെ ക്യാബിനകത്തുണ്ട്. അപ്പോൾ പുള്ളി വാറണ്ടി കാർഡ് തന്നു വിത്ത് കമ്പനിയുടെ നെയിം. അതിനകത്ത് നമ്മുടെ വണ്ടിയുടെ മോഡൽ നമ്പറും ഡീറ്റെയിൽസും ബാറ്ററിയുടെ നമ്പറും എല്ലാം ഉണ്ട്. സൈൻ അടക്കം, ഡേറ്റ് ഇപ്പോൾ ചേഞ്ച് ചെയ്തു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അടക്കമുള്ള പർച്ചേസ് കോപ്പിയും അടക്കമുള്ള വാറണ്ടി കാർഡും കിട്ടി. അങ്ങനെ പുള്ളി ലാസ്റ്റ് ചോദിച്ചു ഇതേതാ ബ്ലോഗാണോ എന്നൊക്കെ ചോദിച്ച് പുള്ളി ഒക്കെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. എന്തായാലും കൊടും ചൂടാണ്, പുള്ളി ചെയ്യുന്ന എഫേർട്ട് സൂപ്പറാണ്. എനിക്കൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു.